ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിൽ അനിലയും അമ്പിളിയും. രാത്രിയിൽ അനിലയുടെ കാമുകൻ രാജേഷ് പനക്കൽ വീട്ടിലെത്തുന്നു. അനില ആരുമറിയാതെ രാജേഷിന്റെ അരികിലേക്ക്. ഉറക്കമുണരുന്ന അമ്പിളിക്ക് അനിലയെ കാണാത്തതിൽ സംശയം. അനിലയുടെ കള്ളത്തരങ്ങൾ അമ്പിളി മനസ്സിലാക്കുന്നു. അനിലയെയും കാമുകനെയും കൈയോടെ പിടികൂടുന്ന സുമിത്രയും മനീഷും അമ്പിളി. രക്ഷപ്പെടാനുള്ള ശ്രമത്തിൽ മനീഷുമായി ഏറ്റുമുട്ടുന്ന രാജേഷിനെ മുറിയിലിട്ട് പൂട്ടുന്ന മനീഷ്. പനക്കൽ വീട്ടിലെത്തുന്ന ശേഖരനും രഘുവരനും. അനിലയെ കുറ്റപ്പെടുത്തുന്ന അമ്പിളി. എന്തിനാ ഇപ്പൊ ഇരുന്ന് കരയുന്നേ? ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലേ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോണ്ടെന്ന്. ശേഖരൻ പോലീസുമായി പനക്കൽ വീട്ടിലെത്തുന്നു. ഈ നിൽക്കുന്നത് നിന്റെ കാമുകനാണോ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാ. അതെ, അനിലെ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണ് സാർ. അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഞങ്ങൾക്ക് സമ്മതമല്ല. സുമിത്രയോട് അനിലയെ രാജേഷിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറയുന്ന എസ് ഐ. ഇനി തുടർന്ന് കാണുക. അമ്പിളിക്ക് സുഖാണോ? ഇന്ന് സ്കൂളിലായിരുന്നല്ലേ? ഇല്ല, ക്ലാസ്സിൽ നിന്ന്. പിന്നെ ഞാനൊന്ന് ഉദയനൂർ പോയിരുന്നു. നന്ദേച്ചി കണ്ടോ? കണ്ടു. എന്തു പറഞ്ഞു ഹരിയേട്ടാ? ഇങ്ങനെ ത്രില്ലടിക്കാതെ. അമ്പിളിയുടെ കാര്യം പ്രത്യേകം ചോദിച്ചു. നന്ദേച്ചിക്ക് അവിടെ സുഖാണോ? എന്താ ഹരിയേട്ടാ? അത് പ്രത്യേകം ചോദിക്കണോ? ഇവിടുത്തെ പോലെ ജോലിയൊന്നും ചെയ്യണ്ട. പിന്നെ കോവിലകമല്ലേ, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഹരിയേട്ടൻ ചേച്ചിയുടെ അമ്മയെ കണ്ടോ? ഇല്ല, ഞാൻ ചെല്ലുമ്പോ ആളവിടെ ഉണ്ടായിരുന്നില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ ചേച്ചിക്ക്, അതറിഞ്ഞാ മതി. ഇനി എപ്പോഴാണോ ഒന്ന് കാണാൻ പറ്റുക? ഈ വിവരം അമ്പിളി വീട്ടിൽ പറയില്ലേ? ഓ ഇല്ല, നന്നായി. എങ്ങനെ അറിഞ്ഞു? ആര് പറഞ്ഞു? അമ്മ ബഹളം ഉണ്ടാക്കും. അമ്പിളി, പനക്കലെന്ത് ഇഷ്യൂ ഉണ്ടായെന്നോ പോലീസ് വന്നെന്നൊക്കെ കേട്ടു. വല്ല വാസ്തവമുണ്ടോ? ആളുകൾ പറയുന്നത് അതെവിടെ വിശ്വസിക്കാൻ പറ്റില്ല. അത് അമ്പിളിയോട് ചോദിച്ചത്. കുട്ടിയോട് തുറന്നു ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തോന്നി. ബുദ്ധിമുട്ടാണെ പറയണ്ട. അതല്ല ഹരിയേട്ടാ, കുറച്ച് നാണം കിട്ട കാര്യ. പിന്നെ പറയാം. ഇവനുണ്ടായിട്ടാണോ? ഇവൻ കുഴപ്പക്കാരനല്ല, എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അച്ഛന്റെ കൂട്ടത്തിൽ ജോലി ചെയ്തൊരു രാജേഷ് ഉണ്ട്. ആ പുള്ളിയും അനിലേച്ചിയും തമ്മിൽ അടുപ്പത്തിലായി. രാത്രിയിൽ അയാള് അനിലേച്ചി കാണാൻ രഹസ്യമായിട്ട് വീട്ടിൽ വന്നു. പക്ഷെ ഞങ്ങള് കണ്ടുപിടിച്ചു. അമ്മയെ പോലീസിൽ പരാതിപ്പെട്ടെ. എന്നിട്ടെന്തായി? പോലീസ് വന്ന് ഒത്തുതീർപ്പാക്കി. അപ്പോ സോൾവ് ചെയ്തു? എന്നാലും നാട്ടുകാരൊക്കെ അറിഞ്ഞ ആകെ നാണക്കേടായി. അതെ, നന്ദേച്ചിയോട് ഈ കാര്യമൊന്നും പറയല്ലേ. ഇല്ല, ചെല്ല്, അമ്പിളി പോയിക്കോ. രാവിലെ മുതലേ അമ്മ കാത്തിരിക്കുക. ഭാസ്കരേട്ടാ, ബാഗ് എടുത്തു വെക്കാൻ ഡ്രൈവറോടൊന്ന് പറയണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അകത്തേക്ക് എന്നാട്ടെ. എത്തിയോ? ഞങ്ങള് ഡൽഹിക്ക് വന്നാലോന്ന് ആലോചിക്കുകയായിരുന്നു. വരാതിരുന്നാ നന്നായി. കൊടും തണുപ്പാ ഡൽഹിയില്. ആ, ടിവിയില് ഞങ്ങള് കണ്ടു. തണുപ്പ് മാത്രല്ല,
പട്ടിണിയാണെന്ന് തോന്നുന്നല്ലോ നിന്നെ കണ്ടിട്ട്. ഇത് അമ്മയുടെ സ്ഥിരം പല്ലവിയ നന്ദനെ. ഞാനെവിടെയും പോയിട്ട് വന്ന അപ്പ തുടങ്ങും പരാതി. ക്ഷീണിച്ചു പോയി, കറുത്തുപോയി. പക്ഷെ ഇത്തവണ ഞാൻ പറഞ്ഞത് നേരാ അല്ലേ നന്ദന പറയട്ടെ? ഇവള് പോയതിലും ചടച്ചിട്ടില്ലേ മോളെ? ക്ഷീണിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് സൈഡ് പറയാൻ ഒരാളായി. ദേ കൊച്ചുമോളെ ഇവിടെ എത്തിച്ചേരാൻ മുൻകൈ എടുത്തത് ഞാനാണെന്ന് മറക്കണ്ട. ശരി, നന്ദി പറയുമ്പോ നിന്റെ പേര് ആദ്യം പറയാം. അതുപോട്ടെ, നീ ഊരു ചുറ്റി വന്നിട്ട് നന്ദനയ്ക്കൊന്നും കൊണ്ടുവന്നില്ലേ? ഡ്രസ് ഉൾപ്പെടെ എല്ലാം എന്റെ ബാഗിലുണ്ട്. എന്നാ വാ. പിന്നെ വിശേഷങ്ങൾ എന്തൊക്കെയാ? പറയാനുണ്ട്, നീ വാ. അങ്ങനെ 2-3 സംഭവങ്ങൾ കഴിഞ്ഞു. പ്രതാപവർമ്മ ഇടഞ്ഞു തന്നെ നിൽക്കുക ഇപ്പോഴും. ഈ കുട്ടിയെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഏറെക്കുറെ ഞാൻ പ്രതീക്ഷിച്ചതാ. എന്നാലും ഇത്രയ്ക്ക് ചീപ്പാവൂന്ന് വിചാരിച്ചില്ല. അയാളെ കണ്ട് കുട്ടികൾക്ക് നന്ദനയോട് കലിയ. ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത് ആരുടെ മുമ്പിലും പതറാതെ നിൽക്കണമെന്ന്. അങ്ങനെ പ്രശ്നമായിട്ടൊന്നുമില്ല. പെട്ടെന്ന് ഇണങ്ങാനുള്ള ബുദ്ധിമുട്ട് കാണും അവർക്കൊക്കെ. മോള് വന്നിട്ട് ദിവസം ഇത്രയായില്ലേ, ഇനി എന്നാ ഇണങ്ങ? തുറന്നു പറയാൻ സേതു, പ്രതാപവർമ്മ വളരെ മോശമായിട്ടാ നന്ദനയോട് പെരുമാറുന്നത്. ചോറും കറിയും വരെ വലിച്ചെറിയാന്ന് വെച്ചാ ചെറിയ കാര്യാ? ഇതെങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലമ്മേ. ഞാൻ ചോദിക്കാൻ പോവാ. അയ്യോ വേണ്ട കുഞ്ഞമ്മേ, ഇനിയും അതിന്റെ പേരിൽ വഴക്കുണ്ടാക്കണ്ട. പ്രശ്നങ്ങളൊക്കെ മാറും. എന്ന് മാറുന്നാ നീ പറയുന്നേ? നന്ദനയ്ക്കറിയില്ല, താണ് കൊടുത്ത തലേ ചവിട്ടും. അങ്ങനെ വല്ലവരുടെയും ചവിട്ടുകൊള്ളാനല്ല നിന്നെ ഞാനിവിടെ കൊണ്ടുവന്നത്. ഇത്തവണത്തേക്ക് ക്ഷമിക്കൂ കുഞ്ഞമ്മേ. ഇങ്ങോട്ട് വന്ന ഉടനെ ഞാൻ പരാതി പറഞ്ഞെന്നാവില്ലേ? അതിനെന്താ, നീ ആരെയാ പേടിക്കുന്നത്? ചോദിക്കേണ്ട കാര്യങ്ങൾ കയ്യോടെ ചോദിക്കണം. പ്രതാപേട്ടാ, ഒരു മിനിറ്റ്. വേണ്ട കേട്ടോ, നീ ഇവിടെ നിൽക്ക്. പ്രതാപേട്ടന് എന്നോട് അമ്മയോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെ ഉണ്ടെങ്കിലേ അത് മുഖത്ത് നോക്കി പറയാനുള്ള ചങ്കൂറ്റമുണ്ട് എനിക്ക്. നന്ദനയോട് ചേട്ടന് വിരോധമുണ്ടോ? നന്ദനയോ? അവളെന്താ ആരാ വിരോധിക്കാൻ? ആരും അല്ലെങ്കിൽ പിന്നെന്തിനാ ആ കുട്ടിയോട് ഇങ്ങനെ തട്ടിക്കയറുന്നേ? പോലീസ് മുറിയിൽ എന്നെ ചോദ്യം ചെയ്യുകയാണോ സേതുലക്ഷ്മി? എങ്കിലേ അതെന്നോട് വേണ്ട. പിന്നെ ചോദിച്ചതിനുള്ള മറുപടി എനിക്കിഷ്ടപ്പെടാത്തത് കാണുകയോ കേൾക്കുകയോ ചെയ്താൽ ചിലപ്പോ ഞാൻ തട്ടിക്കറിയുന്നിരിക്കും. ഒരു വീടാവുമ്പോ ഒരാളുടെ മാത്രം ഇഷ്ടം നോക്കിയാ പോരാ, കുറെയൊക്കെ വിട്ടുവീഴ്ച വേണ്ടി വരും. സേതുലക്ഷ്മി വളഞ്ഞു ചുറ്റണ്ട. നിങ്ങൾ ഇറക്കുമതി ചെയ്ത ഈ അശ്രീകരത്തിന്റെ പേരില് ഒരു അഡ്ജസ്റ്റ്മെന്റിനും ഞാൻ തയ്യാറല്ല. വേറെ വല്ലതും സംസാരിക്കാനുണ്ടോ നേതാവിന്? ഈ വിഷയം തന്നെയാ സംസാരിക്കാനുള്ളത്. എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. കേട്ടേ പറ്റൂ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഉണ്ണാൻ വിളമ്പി വെച്ച ചോറ് തട്ടി എറിയുന്നതൊന്നും മിടുക്കല്ല, ഭീരുത്വ. അതൊക്കെ പോട്ടെ. നന്ദനയോട് പ്രതാപേട്ടന് വൈരാഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ മനസ്സിൽ സൂക്ഷിച്ചാ മതി. അതല്ല വീണ്ടും മോശമായിട്ട് പെരുമാറാനാണ് ഉദ്ദേശമെങ്കിൽ ബുദ്ധിമുട്ടും. എന്താ? ബുദ്ധിമുട്ടും അറിയാലോ. വേണ്ടി വന്ന നാട്ടിൽ മാത്രമല്ല വീട്ടിനുള്ളിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ സേതുലക്ഷ്മിക്കറിയാം.
വാ. വീട്ടിനുള്ളിലും നിന്റെ അനിയത്തി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു. ചെതലെടുത്ത നിന്റെ അമ്മേരെയും ആ നരുന്ത് പെണ്ണിനെയും മുമ്പിൽ വെച്ചാ അവൾ എന്നെ വെല്ലുവിളിച്ചത്. മുഖം അടച്ച് ഞാനൊന്ന് കൊടുത്താലേ അവള് 3-ാമത്തെ ദിവസേ കണ്ണു തുറക്കൂ. പേടിച്ചിട്ടല്ല ഞാനിതൊന്നും ചെയ്യാത്തത്. അവൾക്കുള്ള പണി വേറെയാ. കേൾക്കുന്നുണ്ടോ നീ? ഞാൻ എന്തു പറയാനാ? ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യമില്ല. സേതുലക്ഷ്മി വന്നതുപോലും ഞാൻ അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിലും താൻ ഒരിക്കലും ഒന്നും അറിയുന്നില്ലല്ലോ. പക്ഷേ തന്റെ അനിയത്തീനെ ഞാൻ ചിലത് അറിയിക്കും. വരുന്ന തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച സേതുലക്ഷ്മിയുടെ ഈ തെകളിപ്പ് സീറ്റല്ല, ഒരു ചുക്കും കിട്ടാൻ പോണില്ല അവൾക്ക്. അഥവാ സീറ്റ് കിട്ടിയ ഇലക്ഷന് നിന്നാൽ ദൈവത്തിനാണ് അവളെ ഞാൻ തോൽപ്പിച്ചിരിക്കും. അത് പ്രതാപവർമ്മയുടെ ഒരു ശപഥ. എന്റെ രാഷ്ട്രീയ ബന്ധമൊന്നും സേതുവിന് അറിയില്ല. പഠിക്കുന്ന സമയത്തെ കോളേജിലെ വിപ്ലവ പാർട്ടിയുടെ നേതാവായിരുന്നു ഞാൻ. നാട്ടിക SM കോളേജിൽ ഇപ്പോഴും കാണും പ്രതാപവർമ്മയ്ക്ക് സിന്ദാബാദ് വിളിച്ചിട്ടുള്ള ചുവരെഴുത്തുകള്. ആ എന്നോടാ ഈ കളി? തൃശ്ശൂരിനെ ആളെ ഇറക്കും ഞാൻ. അമ്മ, മോള്, കൊച്ചുമോള്, താനുണ്ട് ആ ഗ്രൂപ്പിൽ എനിക്കെതിരെ. എന്തിനു പ്രതാപേട്ട എന്നെ ഇങ്ങനെ കുരിശി തറയ്ക്കുന്നത്? കുരിശ് അതാ കറക്റ്റ് വാക്ക്. 10-22 കൊല്ലായി ഞാനൊരു കുരിശ് ചുമക്കാൻ തുടങ്ങിയിട്ട്. പോരാഞ്ഞിട്ടേ ഇപ്പൊ ഒരു മുൾക്കിരീടം കൂടി കൊണ്ടുവന്നിരിക്കുന്നു. അത് തലയിൽ ചൂടാൻ മനസ്സില്ല എനിക്ക്. അങ്ങനെ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിക്കണമില്ല. ജയിക്കാനും തോൽപ്പിക്കാനും എല്ലാരും നോക്കുന്നത്. ഇതിനിടയിൽപ്പെട്ട് ശ്വാസം മുട്ടുന്ന എന്റെ കാര്യം ആരും ഓർക്കുന്നില്ല. അമ്പലത്തിൽ നിന്ന് പോയിട്ട് എത്ര നാളായെന്നറിയോ? ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും മടിച്ചിട്ട. ഇങ്ങനെ ശിക്ഷിക്കപ്പെടാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? ഒരു കുറ്റത്തിന് ഒരിക്കൽ ശിക്ഷിച്ച പോരെ, എന്നും ഇങ്ങനെ അനുഭവിക്കാന്ന് വെച്ചാ? ഇത് എന്നോടല്ല വിദ്യ പറയേണ്ടത്, സേതുലക്ഷ്മിയോടും നിങ്ങളുടെ അമ്മയോടും. അവര് വരുത്തി വെച്ച വിനയ്ക്ക് അവര് തന്നെ പരിഹാരം കാണണം. അതെത്രയും പെട്ടെന്നുണ്ടാകണം. അല്ലെങ്കിലേ സംഗതി വഷളാവും. വല്ലപ്പോഴും ഗസ്റ്റായിട്ട് കയറി വന്നിട്ടേ ഷോ കാണിക്കുന്ന സേതുലക്ഷ്മിക്കിട്ടേ പ്രതാപവർമ്മ ഒരു പണി കൊടുക്കുന്നുണ്ട്. കുഞ്ഞമ്മേ, ഞാൻ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇപ്പൊ എനിക്ക് അത്രയും ഡ്രസ്സിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ കുഞ്ഞമ്മേ. അതും എല്ലാം നല്ല വിലയുള്ളത്. പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എന്നാലേ പുറത്തേക്ക് പോകേണ്ടതായി വന്നാലോ? ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞെന്നല്ലേ പറഞ്ഞത്? ഇരിക്കേ ഇരിക്കേ. സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കയ്യിലുണ്ടോ? ഉണ്ട്. എന്നാ അതിന്റെയൊക്കെ ഫോട്ടോ കോപ്പി എടുത്തു വെച്ചു. മോക്ക് വേണ്ടി ഞാനൊരു ജോലിയുടെ കാര്യം ആലോചിക്കുന്നുണ്ട്. പഠിച്ച കോഴ്സിന്റെ ബേസിൽ കിട്ടണമെന്നില്ല, എന്നാലും നോക്കാം. എന്താ, ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എനിക്കിഷ്ടമാ. വെറുതെ ഇരിക്കുന്നതാ ബുദ്ധിമുട്ട്. അതോ തുടർന്ന് പഠിക്കണമെന്നുണ്ടോ? തുറന്നു പറഞ്ഞോളൂ, ഏത് കോഴ്സിന് വേണമെങ്കിലും വിടാം.
പഠിക്കാൻ പോവാൻ എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നാലും ഇനിയിപ്പോ ഒരു പഠിത്തം അത് ശരിയാവില്ല. എങ്കിൽ ഒരു ജോലി അത് ആവശ്യം. നന്ദന കാണുന്നതല്ലേ, ഇവിടെ ആരും എന്നോടധികം കൊമ്പ് കോർക്കാൻ വരാറില്ല. കാരണം എനിക്ക് ബോൾഡായ ഒരു നിലപാടുണ്ട്. അതിന് കാരണം പൊളിറ്റിക്സാ. അതേസമയം വിദ്യേച്ചിക്ക് ആ പരിഗണന കിട്ടുന്നില്ല. മറിച്ച് ചേച്ചിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കില്ല അനുഭവം. മനസ്സിലായി. എന്നാലും ഒരു ജോലി എന്നൊക്കെ പറയുമ്പോ അതെനിക്ക് വിട്. വീട്ടിനുള്ളിൽ ചടഞ്ഞുകൂടുന്ന പെൺകുട്ടികൾക്ക് ആരും വില കൽപ്പിക്കില്ല. അല്ലെങ്കിലും ഈ വീട് വൃത്തിയായിട്ട് സൂക്ഷിക്കാനല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അങ്ങനെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ധാരണ തിരുത്തുകയും വേണം. ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിക്കാനാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എനിക്ക് പ്രശ്നമുണ്ട്. ഹോസ്റ്റലിൽ താമസിക്കാനായിരുന്നെങ്കിൽ നന്ദന ഇവിടെ വരേണ്ട ആവശ്യമില്ലായിരുന്നു. സുമിത്രയുടെ വീട്ടിൽ തന്നെ നിന്നാ മതിയായിരുന്നു. അതോ അങ്ങോട്ട് തിരിച്ചു പോണമെന്ന് ഉദ്ദേശമുണ്ടോ? അതുകൊണ്ട് പറഞ്ഞതല്ല. ഓക്കെ, ഇപ്പോഴുള്ള ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വേണം. അതിനാവശ്യം നന്ദനയ്ക്കൊരു ജോലിയാ. സ്വന്തം കാലിൽ നിൽക്കണം മോള്. എന്താ, അങ്ങനെയല്ലേ വേണ്ടത്? വിദ്യേച്ചി, ഈ വീട്ടിൽ നടക്കുന്നതൊന്നും വിദ്യേച്ചി കാണുകയും കേൾക്കുകയും ചെയ്യുന്നില്ലേ? കാണാനും കേൾക്കാനുള്ള കഴിവ് നഷ്ടപ്പെടണേന്നാ ഇപ്പൊ എന്റെ ഒരു പ്രാർത്ഥന. ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് എങ്ങനെയാ മാറാൻ കഴിയേ? മാറുന്നത് ഞാനല്ല, അന്നും ഇപ്പോഴും ഒരേ നിലപാടിൽ ഉറച്ചു നിൽക്കുക ഞാൻ. അത് വകവയ്ക്കാതെ മാറുന്നത് നീയും അമ്മയോ. എന്നിട്ട് എന്നെ കുറ്റപ്പെടുത്തുന്നോ? എല്ലാവർക്കും അവരവരുടേതായ ന്യായങ്ങളുണ്ട്. സ്വന്തം നിലപാട് ശരിവയ്ക്കാൻ കാരണങ്ങളുണ്ട്. പക്ഷേ എല്ലാ വിരലുകളും ഒടുവിൽ ചെന്ന് ചൂണ്ടുന്നത് ഒരാളിന്റെ നേരെയാ. അതാരാണെന്ന് ഞാൻ പറയണോ വിദ്യേച്ചി? വിദ്യേച്ചി പറഞ്ഞ ഒരു കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. അമ്മയും ഞാനും ചേർന്നൊരു തീരുമാനമെടുത്തു, അത് നടപ്പാക്കുകയും ചെയ്തു. എന്ന് കരുതി അതൊരു മഹാ അപരാധമാണെന്ന് ഞാൻ കരുതുന്നില്ല. നിന്നെ ബാധിക്കുന്നില്ല, അതുകൊണ്ട് നിനക്ക് അങ്ങനെ തോന്നുന്നത്. ഭർത്താവിന്റെ മുമ്പിൽ ചോളി നിൽക്കണ്ട, മക്കളുടെ മുമ്പിൽ നാണം കടണ്ട. അപ്പൊ പിന്നെ നിനക്ക് എന്തു ആവാം. എന്തോ മഹാകാര്യം നടത്തിയെന്ന് മേനി നടിക്കാം. വിദ്യേച്ചി സ്വന്തം നിഴലിനെയാ ഭയക്കുന്നത്. എന്തിനു ഭർത്താവിന്റെ മുമ്പിൽ ചോളി നിൽക്കണം, മക്കളുടെ മുമ്പിൽ നാണം കടണം? ചേച്ചി ആരെയും പറഞ്ഞു പറ്റിച്ചിട്ടില്ല. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ പ്രതാപേട്ടൻ വിവാഹത്തിന് തയ്യാറായത്. പിന്നെ അശ്വനും ആദിത്യനും അവരോട് മുൻകൂട്ടി നന്ദനയുടെ കാര്യം പറയാതിരുന്നത് വലിയ പാപമൊന്നുമല്ല. സേതുവിനൊക്കെ നിസാരവാ. നിനക്കറിയില്ല ദാമ്പത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ. ചേച്ചി ചെറിയ പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിക്കുക. ആദ്യം അത് മനസ്സിലാക്ക്. പ്രതാപേട്ടനോ മക്കളോ വിദ്യേച്ചിയെ വിട്ട് എവിടെയും പോവില്ല. നിങ്ങളെ ഒഴിവാക്കുകയില്ല. ഈ കാണിക്കുന്ന പ്രതിഷേധമൊക്കെ സ്വാഭാവികമാണ്. ഞാൻ അവളെ തോളിലേറ്റി നടക്കണമെന്നാണ് നീ പറയുന്നത്? ഒരിക്കലുമല്ല. ഒരൽപ്പം ദയ നന്ദനോട് കാണിക്കണം. ഒന്നുമല്ലെങ്കിലും വിദ്യേച്ചിയുടെ മോളല്ലേ. എലിക്കുഞ്ഞിനെ പൂച്ച തട്ടിക്കളിക്കുന്ന പോലെയാ ഇവിടെ പലരും അവളോട് പെരുമാറുന്നത്. അത് കാണുമ്പോ ഒരൽപ്പം പോലും വിഷമം ചേച്ചിക്ക് തോന്നാറില്ലേ? സ്വന്തം അമ്മയുടെ ജീവിതത്തിന് കുഴപ്പമുണ്ടാക്കാൻ വന്നതല്ല ആ കുട്ടി. എന്നാലും നിർബന്ധിച്ചപ്പോ നമ്മുടെ അമ്മയോട് അവളൊരു കാര്യം പറഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോ ഉള്ളിൽ എവിടെയും ഒരാഗ്രഹം തോന്നിയത്രേ, പെറ്റമ്മയുടെ സ്നേഹത്തിന്റെ ചൂടറിയാൻ കഴിയുമെന്ന്. എന്നിട്ട് അവക്കിവിടെ കിട്ടിയത് സ്നേഹം വേണ്ട, ഒരു മനുഷ്യജീവി എന്നുള്ള പരിഗണനയെങ്കിലും കൊടുത്തൂടെ? ഇപ്പൊ വിദ്യേച്ചി കാണിക്കുന്നത് സ്വാർത്ഥതയാണ്. ഭർത്താവിന്റെ ആൺമക്കളുടെ മുന്നിൽ നല്ല പിള്ള ചമയാനുള്ള ശ്രമം. ഇങ്ങനെ മനസാക്ഷി വഞ്ചിക്കണോ ചേച്ചി? എന്ത് മനസാക്ഷി? എനിക്ക് നിന്റെ ഉപദേശമൊന്നും വേണ്ട.
ഞാൻ അനുഭവിക്കുന്ന എന്താണെന്ന് എനിക്കറിയൂ. അതാരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ആർക്കും മനസ്സിലാവില്ല. നിനക്കും അമ്മയ്ക്കും പിന്നെ ആർക്കും. അച്ഛനായതുകൊണ്ട് ഞാൻ പറയുമല്ല, സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഫുൾ ഗ്യാരണ്ടിയാ. താണ്ടേ ഒരു ബീഡി പോലും വലിക്കത്തില്ല. ഇവിടുത്തെ ശിവരാമൻ കോൺട്രാക്ടറെ പറ്റി പറയുമ്പോ 100 നാവാ രാജേഷിന്. വലിയ ബഹുമാനമാ മൂപ്പരെ പറ്റി, കേട്ടോ? ആ ബഹുമാന അവൻ എന്റെ മോളോട് കാണിച്ചത്. ഒന്ന് പൊടി അവിടുന്ന്. പിള്ളേരല്ലയോ സുമിത്രേ, നമുക്കെന്തോ ചെയ്യാൻ പറ്റും? നയിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ നയിക്കുക, ഇല്ലയോ മോനെ? സ്ഥല SI ഇടപെട്ട സ്ഥിതിക്ക് സംബന്ധം നടത്തണമല്ലോ. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഞങ്ങളുടെ വീട്ടിൽ ഇവിടുത്തെ കൊച്ചിന് ഒരു പോറല് പോലും കേൾക്കത്തില്ല. ഞങ്ങളതിനെ പൊന്നുപോലെ നോക്കും. ആ എന്തായാലും തീരുമാനമായി. ഇനി കാര്യത്തിലോട്ട് കടക്കാം. രജിസ്റ്റർ ഓഫീസിൽ പോയി ഒരു മാല ഇട്ടാലും കല്യാണം നടക്കും. എന്നാലും അതല്ലല്ലോ, ഈ കുടുംബത്തിന്റെ അന്തസ്സു നോക്കണ്ടായോ? എത്ര ഒതുക്കി നടത്താമോ അങ്ങനെ മതി കല്യാണം. മതി, അതാ ഞാനും പറഞ്ഞു വന്നത്. കൈനഗിരിയിൽ നിന്ന് ഞങ്ങൾ ഒരു 100 പേര് വരും. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് കല്യാണം. അല്ല, അതിന് പറ്റിയ അമ്പലം വല്ലോ ഇവിടെ ഉണ്ടോ? ഉണ്ട്. കടയിനിക്കാട് ക്ഷേത്രം ഇവിടെ അടുത്ത. പന്തലും മറ്റ് സൗകര്യങ്ങളും ഉണ്ട്. അപ്പൊ അത് മതി. പിന്നെ ചെറിയ തോതിലൊരു സദ്യ, അതിന്റെ ആവശ്യമേ ഉള്ളൂ, കേട്ടോ? മുഹൂർത്തം രാവിലെ ആക്കിയ സദ്യ ഒഴിവാക്കി ചായ സൽക്കാരത്തിൽ ഒതുക്കായിരുന്നു. അത് പോരാ മോനെ. ശിവരാമൻ കോൺട്രാക്ടറുടെ മോളെ കല്യാണത്തിന് ചായയും ബിസ്ക്കറ്റുമോ? ചേ അത് പോരാ. വരുന്നവർക്കൊരല്ല ചോറ്, അതാ ഡീസന്റ്, ഇല്ലയോ സുമിത്രേ? ഒരു ചെറിയ സദ്യ ആയിക്കോട്ടെ മനുഷ്യ. അങ്ങനെ അതും തീരുമാനമായി. പിന്നെ സ്വർണം നിങ്ങൾ എത്ര കൊടുക്കുന്നോ അത് നിങ്ങളെ പോക്കുള്ള. ഞങ്ങൾ അതിലെതിര് പറയത്തില്ല, കേട്ടോ? അധികം ആഭരണം ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. വേണ്ട, എന്നാലും ഒരു 15 പവൻ അത് വേണം സുമിത്രേ. 4 പേര് കണ്ട മൂക്കത്ത് വിരളി വെക്കരുതല്ലോ. പെണ്ണ് പനക്കല്ലേ ആന്നേ. എന്ന് കരുതി 25 പവനായാലും ഞങ്ങൾക്ക് വിരോധമൊന്നും വരുത്തില്ല, കേട്ടോ? 15 ഉള്ളൂ. മതി, അത് മതി. അങ്ങനെ അതും ഫിക്സ് ചെയ്തു. ഇനിയുള്ളത് സാമ്പത്തികം.